യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ സ്ത്രീകളായാലേ ഒരല്പം അടക്കമൊതുക്കൊക്കെ ആവാം. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലേ. ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടുവന്ന് പറയാറില്ലേ, അത് തന്നെ ഇവിടെയും സംഭവിച്ചത്. അല്ല, മോളെന്താ അങ്ങനെ പറഞ്ഞേ? ഇവിടെ മറ്റെന്തെങ്കിലും നടന്നോ? അങ്കിളിന് വല്യമ്മയും വല്യച്ഛനെ അറിയാലോ. ഇതവര് സ്വയം വരുത്തി വെച്ചതാ അങ്കിൾ. ഭാവനയ്ക്ക് എന്തോ സംശയമുണ്ട്, അതുകൊണ്ടാ ഇവൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. ഈശ്വര, ഞാനും ഇതിന് പിന്നിലുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലായോ? ഞാന് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയാലോ എന്ന് ആലോചിക്കുവോ? അതൊന്നും വേണ്ട, വിരുന്നിന് പോയിട്ട് മതി മറ്റെവിടെയും പോക്ക്. അതൊക്കെ വേണം ആന്റി. വേണം മോളെ, അങ്ങനെ തന്നെ മതി. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഒരിക്കൽ നിന്നെ സൂര്യ താലി കെട്ടിയതുകൊണ്ട് ഇനിയും ഇത്തരം ചടങ്ങുകൾ വേണമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞങ്ങളുടെയൊക്കെ വിശ്വാസപ്രകാരം വിരുന്നിന് പോയിട്ട് മറ്റെവിടെയെങ്കിലും പോകുന്നതാ നല്ലത്. സൂര്യയോട് ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും അവൻ ഇപ്പൊ തന്നെ നിന്നെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകും. അതിരിക്കട്ടെ, ഇപ്പൊ ജാനകിക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു? അറിയില്ല അങ്കിളെ, ആൻ പറഞ്ഞത് അല്പം പ്രശ്നമാണെന്ന്. ഇവൾക്കിട്ട് പണി കൊടുക്കുന്നവർക്കെല്ലാം തിരിച്ച് പണി കിട്ടുകയാണല്ലോ ഈശ്വര. മോളൊരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ MD വിളിച്ചൊന്ന് സംസാരിച്ചേക്ക്, അതാ നല്ലത്. ശരി അങ്കിൾ. മോള് പറഞ്ഞ MD കേൾക്കും. സമയങ്ങളെയല്ല, ഇപ്പൊ തന്നെ വിളിക്കും. ശരി അങ്കിൾ. എവിടെ പോയിരുന്നു? ഞാൻ ആന്റിയുടെ അടുത്തുണ്ടായിരുന്നു. അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. വല്യമ്മയെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് MD പറഞ്ഞത്രേ. അവര് കൊടുക്കുന്ന കാശല്ലേ? അതുകൊണ്ടല്ല, ആനിയോട് വല്യമ്മ ഇവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അതവള് MDയോടും പറഞ്ഞു. അതുകൊണ്ടാ MD അങ്ങനെ പറഞ്ഞത്. അത് തന്നോടുള്ള സ്നേഹം കൊണ്ടാവും MD അങ്ങനെ പറഞ്ഞത്. അത് പാടില്ല സൂര്യ. ഹോസ്പിറ്റലാകുമ്പോ അവിടെ പലരും വരും. വ്യക്തിബന്ധങ്ങൾ നോക്കിയല്ല പേഷ്യന്റിനെ ചികിത്സിക്കേണ്ടത്. സൂര്യ പറഞ്ഞതുപോലെ അവരും കാശല്ലേ കൊടുക്കുന്നേ. തന്റെ വല്യച്ഛനും വല്യമ്മയും ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും MD അങ്ങനെ പറഞ്ഞത്. കാര്യം അത് തന്നെയാ. എന്തായാലും MDയെ ഞാനിപ്പോ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നെ കരുതി അവരെ ഡിസ്ചാർജ് ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. സൂര്യ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് കരുതിയതാ. അപ്പൊ ആന്റി അങ്കിളും പോണ്ടെന്ന് പറഞ്ഞു. വിരുന്നിന് വീട്ടിലേക്ക് പോയിട്ട് മറ്റെവിടേക്കെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞു. താനവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിരുന്നിന് പോയിട്ട് മറ്റെവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല സൂര്യ. നമ്മളതിന് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വരുന്നത്. എന്താ സൂര്യ ചിരിക്കുന്നത്? തന്റെ ഡയലോഗ് കേട്ട് ചിരിച്ചത്. ശരിക്കും പറഞ്ഞ നമ്മൾ രണ്ടും രണ്ടാം കെട്ടാണല്ലേ? ആദ്യം എന്റെ അനുവാദം ഇല്ലാതെയല്ലേ സൂര്യ എന്നെ താലി കെട്ടിയത്? തന്റെ മനസ്സെനിക്കറിയാലോ. ഞാൻ താലി കെട്ടുമ്പോ തന്റെ ഉള്ളിലും കെട്ടിമേളം മുഴങ്ങുന്നത് ഞാൻ കേട്ടു. ഓ പിന്നെ, വെറുതെ കള്ളം പറയാതെ സൂര്യ. ആ സമയത്തെ എന്റെ ടെൻഷൻ എനിക്ക് പറയാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അന്ന് ഞാൻ അങ്ങനെ റിസ്ക് എടുത്തോണ്ടല്ലേ അവസാനം ദൈവം നമ്മളെ ഒന്നിപ്പിച്ചത്. നേര് പറഞ്ഞ കഴിഞ്ഞ ഓരോരോ സംഭവങ്ങൾ ഓർക്കുമ്പോ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ സൂര്യ. നമ്മളെ അകറ്റാനും ഒന്നാകാതിരിക്കാനും വേണ്ടി ആരൊക്കെ ഏതൊക്കെ രീതിയിലാ പലതും ചെയ്തത്. ഒടുവിൽ എല്ലാവരെയും വിധികളാക്കിക്കൊണ്ട് വിധി നമുക്ക് തന്നെ അനുകൂലമായിട്ട് വന്നു. സത്യം. എത്ര ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായാൽ വിശ്വസിച്ചു പോകും. ഇനി ഞാനൊരു കാര്യം ചോദിച്ചാ സൂര്യ സത്യം പറയോ? ഞാനിതുവരെ തന്നോട് കള്ളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഞാൻ ചോദിക്കാൻ പോവാ. കല്യാണ സമയത്ത്
ഞാൻ വീൽ ചെയറിൽ നിന്നും എണീറ്റില്ലായിരുന്നെങ്കിൽ സൂര്യ മാനസയെ താലി കെട്ടുമായിരുന്നോ? പറ, കെട്ടുമായിരുന്നോന്ന്. അതിന് സൂര്യ എന്ന വ്യക്തി ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നല്ലോ. അതേ ഭാവന, താൻ ആന്റിയെ കൊണ്ട് ഞാൻ തന്റെ കഴുത്തിൽ കെട്ടിയ താലി ഊരി എന്റെ കൈ തന്നില്ലേ? ആ നിമിഷം തന്നെ എന്നിലെ വ്യക്തി മരിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അമ്മ നിയന്ത്രിക്കുന്ന ഒരു റോബോട്ട് പോലെയായിരുന്നു. മാനസെ ഞാൻ താലി കെട്ടിയാലും ഈ വീട്ടിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അത്രമാത്രം വേദനയോടെ ഞാൻ കതിർമണ്ഡപത്തിലിരുന്നത്. മുഹൂർത്ത സമയത്ത് തൻ്റെ സൂര്യ എന്നുള്ള വിളിയ വീണ്ടും എന്നെ ഉണർത്തിയത്. അവിടെ ഞാൻ വിശ്വസിച്ചിരുന്ന ആ പ്രപഞ്ചശക്തി എന്നെ രക്ഷിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വസ്ത്രം മാറുന്നത് പോലെ ജീവിത പങ്കാളിയെ മാറ്റാൻ എനിക്കൊരിക്കലും കഴിയുമായിരുന്നില്ല ഭാവന. മറ്റാരേക്കാളും എനിക്ക് നിന്നെ അറിയില്ലേ സൂര്യ. എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് മാത്രം വിശ്വസിക്കുക. അങ്ങനെ തന്നെ എൻ്റെയും വിശ്വാസം. ഭാവന, ഇനിയും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അതും കൂടി താനൊന്ന് ക്ലിയർ ആക്കി തന്നാൽ പിന്നെ ഞാൻ ഹാപ്പിയാണ്. എന്താ? വളരെ സന്തോഷത്തോടെ എന്റെയും തന്റെയും കല്യാണം നിർത്താൻ അമ്മയും അച്ഛനും തീരുമാനിച്ചതും നമ്മളതിന് സമ്മതിച്ചതും. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് താൻ അതിൽ നിന്ന് പിന്മാറിയതും ഒടുവിൽ മാനസയെ ഇതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്നതും. എന്തിനാ താൻ അങ്ങനെ ചെയ്ത? ഒരു കാര്യം ഉറപ്പാ, എന്തെങ്കിലും സ്ട്രോങ് ആയ കാര്യമില്ലാതെ താൻ അങ്ങനെ ചെയ്യില്ല. തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഒരിക്കലും തന്നെ ഞാൻ അതിനെ നിർബന്ധിക്കില്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യം എന്നും എൻ്റെ മനസ്സിലും തൻ്റെ മനസ്സിലും ഒരു കരടായി തന്നെ നിൽക്കും. എനിക്കറിയാം എന്നോട് പറയാനാവാത്ത എന്തോ ഒന്ന് തൻ്റെ മനസ്സിനെയും വീർപ്പ് മുട്ടിക്കുന്നുണ്ടെന്ന്. അതെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ താൻ എന്നോട് പറയുമെന്നും എനിക്കറിയാം. എന്നാലും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയണമല്ലോ. സൂര്യ, നീ ഇപ്പൊ പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉടനെ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുപോലുള്ള ചോദ്യ സൂര്യ ഇപ്പൊ എന്നോട് ചോദിച്ചത്. സൂര്യ പറഞ്ഞതുപോലെ എന്തെങ്കിലും വ്യക്തമായ കാരണമില്ലാതെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് എന്നെ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവും. അത് തന്നെയാ സത്യവും. എങ്കിലും എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ സൂര്യയോട് പറയും. പക്ഷെ അതിനുള്ള സാഹചര്യവും സന്ദർഭവും വരുമ്പോൾ മാത്രം. അതുവരെ എനിക്കൊന്നും പറയാനാവില്ല സൂര്യ. എനിക്കറിയാം തന്നോട് എൻ്റെ അമ്മ കാണിച്ചിട്ടുള്ള ചതികളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാ തൻ്റെ വിശ്വാസം. അതുപോലെ എന്തോ ഒന്ന് ഈ സംഭവത്തിന് പിന്നിലുമുണ്ട്. അതെന്താണെന്ന് താൻ തന്നെ എന്നോട് പറയും ഭാവന. എനിക്കത് ഉറപ്പാ. സൂര്യ, എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ തന്നെ മനസ്സൊന്ന് പഠിക്കാൻ നോക്കിയതാ, പക്ഷെ പറ്റുന്നില്ല. അതെനിക്കിഷ്ടപ്പെട്ടു. ഒരിക്കലും നടക്കാത്ത കാര്യം. ആര് പറഞ്ഞു? നമ്മൾ പരസ്പരം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്രയോ തവണ പങ്കുവച്ചിരിക്കുന്നു. ഓ അങ്ങനെ. എന്നാലേ വെറുതെ സ്കാൻ ചെയ്ത് ബുദ്ധിമുട്ടണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ ഉറപ്പായിട്ടും സൂര്യയോട് പറയും. ഹലോ, അജയൻ പാലത്തറ. ഹലോ മിസ്റ്റർ അജയൻ, സുഖമാണല്ലോ അല്ലേ?